ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പടങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത പടങ്ങൾ വരുന്നതെന്നൊരു പക്ഷേ നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി എന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് പല ലാംഗ്വേജുകളിലും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പടങ്ങൾ വന്നിട്ടുണ്ടില്ല എന്നല്ല, പക്ഷേ മലയാള സിനിമ ഇൻഡസ്ട്രി എടുത്ത് കഴിഞ്ഞത് കാലങ്ങളോളായിട്ട് ഒരുപാട് പടങ്ങൾ അങ്ങനെ ചെയ്തു വരുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അപ്പോൾ എടുത്തു പറയേണ്ട രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്ക് രണ്ട് ഫിലിം വരുന്നുണ്ട് ഈ മാസം തന്നെ, രണ്ട് റിലീസ് വരുന്നത്. ഒന്ന് നമ്മുടെ മഞ്ജു ചേച്ചി, നമ്മുടെ മലയാളികളുടെ സ്വന്തം മഞ്ജു ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഭാവനി. രണ്ടുപേരും തൃശ്ശൂർക്കാരായിട്ട്, രണ്ടും നമ്മുടെ അഹങ്കാരമാണ്. അപ്പോൾ മഞ്ജു ചേച്ചി മെയിൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരു പടം വരുന്നുണ്ട്. പടത്തിൻ്റെ പേര് വരുന്നത് ഫുട്ടേജ് എന്നാണ് പടം വരുന്നത്. സൈജു ശ്രീധരനാണ് ഈ പടം ചെയ്യുന്നത്. ഇതൊരു ന്യൂജൻ സബ്ജക്റ്റ് ആയിട്ടുള്ള മൂവിയാണ്. പേര് പോലെ തന്നെ ന്യൂജനാണ്. ഫുട്ടേജ് 18+. ന്യൂജൻ സബ്ജക്റ്റാണ്. മഞ്ജു ചേച്ചി പടങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പടങ്ങളും അങ്ങനെ സെലക്ട് ചെയ്യാറില്ല. കുറച്ച് ഫാമിലി അല്ലെങ്കിൽ കുറച്ച് ആ ഒരു ആളെ റോള് പിടിച്ച് ചെയ്യാൻ കുറച്ച് സാധനങ്ങളുണ്ട്, അതാ കൂടുതൽ ചെയ്യാറ്. ഇത് കുറച്ച് ആ രീതിയിലുള്ള പടമാണ്. യങ് ആണ് ഫുൾ ആളുകളൊക്കെ. വിശാഖൻ നായരുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് പോസ്റ്റർ കണ്ടപ്പോൾ ഒരു ദാമ്പത്യത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് തോന്നി. എന്തായാലും ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആയിരിക്കും യാതൊരു ഉറപ്പുണ്ട്. ഇതൊന്നും പടം അൺപ്രഡിക്റ്റബിൾ ആണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. എന്തായാലും എന്തെങ്കിലും ഇറുക്ക്. കാരണം മഞ്ജു ചേച്ചി ഒരു പടം കമ്മിറ്റ് ചെയ്ത് ചെയ്യണ സമയത്ത് അല്ല എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകാതെ ആൾ ഡേറ്റ് കൊടുക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വിശാഖ് റോള് മെയിനായിട്ട് വരുന്ന വിശാഖാണ് ഈ പടത്തിൽ. അപ്പോൾ പടം ഈ മാസം ഉണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് പടം ചെയ്യാനും വേണമല്ലോ ഒരു. അപ്പോൾ ആ പടം നമ്മൾ റിലീസിന് ഒരുങ്ങിയാണ് കേട്ടോ. അതിനുശേഷം ഈ മാസം തന്നെ വേറെ വരുന്നൊരു വേടപ്പടമാണ് ചിന്താമണി കൊലക്കേസിന് ശേഷം ഭാവനയെ വെച്ചിട്ട് നമ്മുടെ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്നൊരു ഹൊറർ സസ്പെൻസ് ത്രില്ലർ. മറ്റൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മൂവി തന്നെയാണ് ഹണ്ടും. അപ്പോൾ നമുക്കറിയാം ചിന്താമണിക്ക് നീതി ലഭിക്കല്. ഭാവനയുടെ നല്ല അടിപൊളി പെർഫോമൻസ് ആടുന്ന നാട്ടുപുറത്ത് ക്യാരക്ടർ പിടിച്ച് കോളേജിൽ നടക്കുന്ന ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി. പറയേണ്ട തകർത്താടിയ പടമാണ്. അപ്പോൾ ഇവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഒരു ഡോക്ടറുടെ റോളിലാണ് ഭാവന വരുന്നത്. കോളേജിൽ ഉണ്ടാകുന്നൊരു അപകടത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. ഹൊററാണ് പടം. അത്യാവശ്യം എല്ലാവർക്കും ഷാജി കൈലാസ് അങ്ങനത്തെ പടം ചെയ്യാനൊരു പ്രത്യേക കഴിവുണ്ട്. വലിയൊരു താരം തന്നെയാണ് കേട്ടോ. രഞ്ജി പണിക്കർ, അജ്മൽ, നിഖിൽ, അനുമോഹൻ, ദിവ്യ, അമൃത, അതിഥി രവി, വലിയ ക്രൂവാണ്. നല്ല രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൊമോഷൻസ് ഒക്കെ നടക്കുന്നത്. കുറച്ച് കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് വരുന്നൊരു പടം കൂടിയാണ് ഭാവന. മഞ്ജു ചേച്ചി ആയാലും ശരി. അപ്പോൾ ഇവർ രണ്ടുപേരെ പടങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് ഇവരുടെ പടങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന മലയാളം. പ്രത്യേകിച്ച് ഭാവനേനെയും മഞ്ജു വാര്യരെ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്തിൽ തന്നെ നമുക്ക് മലയാളികളെ ഏറ്റെടുത്തിട്ടാണ് അവരുടെ ചിരി കാര്യങ്ങളൊക്കെ. മലയാളി നമ്മുടെ തൃശ്ശൂർക്കാർ അഭിമാനം മാറി ഇത് രണ്ടുപേരാണ്. കുടുംബപ്രേക്ഷക നായികയെ മാറിയ ആളാണ്. ഭാവനി കുറേ ഡിഫറെൻ്റ് ആയിട്ട് റോളുകളൊക്കെ ചെയ്തു വരുന്ന സമയത്താണ് പിന്നെ മാരേജ് കാര്യങ്ങൾ കേട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. വീണ്ടും സജീവമാവുന്നതും ഒരു മെയിൻ ക്യാരക്ടർ, നായിക പ്രാധാന്യമുള്ള മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത് മഞ്ജു ചേച്ചി ആയാലും ശരി. അപ്പോൾ ഇവരുടെ പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഈ മാസം പടം റിലീസ് ഉണ്ട്. 2 പടം ഈ മാസം തന്നെയാണ്. ഓഗസ്റ്റ് 15-നും 2 ഓഗസ്റ്റ് 15-നല്ല, ഒരു പടം ഓഗസ്റ്റ് 15-നും ഈ മാസം ലാസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇങ്ങനത്തെ പടങ്ങൾ വരട്ടെ. നമ്മുടെ ഇൻഡസ്ട്രി വീണ്ടും സജീവമാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ടീം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.